ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ ഫേവറേറ്റ് ഡിഷായ മത്തങ്ങ പയർ എരിശ്ശേരിയാണ് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളപ്പയർ 15-20 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചത് ചേർത്ത് കൊടുക്കണം. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം, അതും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് വളരെ ഓപ്ഷണലാണ്, അതും കൂടി ചേർത്ത് ഈ പയർ വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ. അത് 2 വിസിൽ മതിയാകും. പിന്നെ കുക്കർ അനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. പയറൊന്ന് വെന്ത് കഴിയുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി പഴുത്ത മത്തങ്ങ ആണെങ്കിൽ രുചി കൂടും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കൂടി വരുന്ന വരെ വേവിച്ചെടുക്കണം. മത്തങ്ങയും പയറും നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉടച്ചാൽ മതി കേട്ടോ. എനിക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എരിശ്ശേരി, അതുകൊണ്ട് ഞാൻ ഇവിടെ നല്ല രീതിയിൽ അത് കുഴച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളവും പാകത്തിന് ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ശേഷം വേറൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കാച്ചിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഏതോ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്കൊരു 3 വറ്റൽമുളക് കീറിയിട്ട് കുറച്ച് വേപ്പിലയും കുറച്ച് ചുവന്നുള്ളിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ വഴച്ചെടുക്കുക. വറ്റൽമുളക് ഇട്ടത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലാണ് ഇടാമുള്ളൂ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും കേട്ടോ. അതിനുശേഷം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഡ്രൈ ഷ്രെഡഡ് കോക്കനട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മത്തങ്ങ പയറിലോട്ട് ഈ തേങ്ങ എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് സെർവ് ചെയ്ത് കഴിക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ എരിശ്ശേരി റെഡിയായി. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് കുക്കറിലിട്ട് വേവിക്കുക, തേങ്ങ വറുത്തതിനകത്തോട്ട് ഇടുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ബൈ.